നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും സമരം തുടരാനും തീരുമാനം. ഭാരതപ്പുഴയിലെ ഞാവലിൻകടവ് തടയണയുടെ ഷട്ടർ തുറക്കാനുള്ള മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ലക്കിടി ജലനിധി പദ്ധതി പ്രവർത്തിക്കുന്ന തടയണയിലേക്കായി വെള്ളം തുറന്നുവിടാനെത്തിയ ഇറിഗേഷൻ അധികൃതരെയാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. നടപടിക്കെതിരെ ലക്കിടി ജലനിധി പ്രസിഡന്റ് ജില്ലാ കളക്ടർക്കും ഒറ്റപ്പാലം പോലീസിനും പരാതി നൽകി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി തൃശൂർ സിറ്റി പോലീസ്. നാടുകടത്തിയത് തൃശൂർ ഇടക്കുന്നി വടക്കോട്ട് വീട്ടിൽ 26 വയസ്സുകാരൻ അജിത്തിനെ. വല്ലപ്പുഴ മാട്ടായിൽ വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിലായത് വല്ലപ്പുഴ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസ മകൻ മുസ്തഫ. പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. വാർത്തകൾ വിശദമായി. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ശങ്കരമംഗലം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധം AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയമായ പരിഷ്കരണത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധമുയർന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ശങ്കരമംഗലം ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ജീവനക്കാർ, ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS രവി, പട്ടാമ്പി മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ്, ശശികുമാർ എന്നിവർ സംസാരിച്ചു. റോഷൻ, ഷിഹാബ്, ജാഫർ എന്നിവർ നേതൃത്വം നൽകി. ഡ്രൈവിംഗ് ടെസ്റ്റിന് രാവിലെ തന്നെ നിരവധി ആളുകൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഞാവലിൻകടവ് തടയണയിലെ ഷട്ടർ തുറക്കാനുള്ള ഷൊർണൂർ മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ലക്കിടി ജലനിധി പദ്ധതി പ്രവർത്തിക്കുന്ന തടയണയിലേക്കായി വെള്ളം തുറന്നുവിടാനെത്തിയ ഇറിഗേഷൻ അധികൃതർക്കെതിരെയാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലെത്തിയ നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ലക്കിടിയിലെ ജലനിധി പദ്ധതി പ്രവർത്തിക്കുന്ന തടയണയിലേക്ക് കളക്ടറുടെ അനുവാദപ്രകാരമാണ് ഷൊർണൂർ ഇറിഗേഷൻ അധികൃതർ ഞാവലിൻകടവ് തടയണയിലെത്തിയത്. എന്നാൽ ഷട്ടർ തുറന്ന് അരമണിക്കൂർ കഴിഞ്ഞതും പെരിങ്ങോട്ടുകുറിശിയിലെ നാട്ടുകാർ ഇടപെട്ട് ഷട്ടർ അടയ്ക്കുകയായിരുന്നു. കുടിവെള്ളം നിലച്ച ലക്കിടിയിലെ SLEC-1 ജലനിധി പദ്ധതിയിലേക്ക് വേണ്ടിയാണ് അധികൃതരുടെ അനുമതിയോടെ ഷട്ടർ തുറന്നതെന്നും ഷട്ടർ അടച്ച നടപടിക്കെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയതായും ലക്കിടി ജലനിധി പദ്ധതിയുടെ പ്രസിഡന്റ് കൂടിയായ രാമചന്ദ്രൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരു മാസത്തോളം പുഴയിൽ വെള്ളമില്ലാതെയും 1.5 ലക്ഷം രൂപയിൽ പരം JCBക്കും ഇറ്റാച്ചിക്കും ചെലവാക്കി ഇതുവരെ കുടിവെള്ളം നൽകി വന്നിരുന്നത്. തൊട്ട് മുകളിലുള്ള ഞങ്ങളുടെ ലക്കിടി തടയേണ്ട തൊട്ട് മുകളിലുള്ള ഞാവളിൻകടവിൽ തടയണയിൽ മൂലത്തറയും ആളിയാറും തുറന്ന വെള്ളം അവിടെ നിറഞ്ഞു നിൽപ്പാണ്. അവിടുന്ന് മറ്റ് ചില പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആ ഷട്ടർ തുറക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ വെള്ളം ഒരു തുള്ളി പോലും ഇല്ലാതെ കലക്ടർക്ക് പരാതി അയക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നിരന്തരം അയക്കുകയും വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് കലക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് രണ്ട് ഷട്ടർ പകുതി തുറന്നു വെക്കുകയും ആ വെള്ളം അത് തുടർന്ന് കിട്ടിയതാണെങ്കിൽ ഇന്നേക്ക് ലക്കിടി തടയണയിലേക്ക് വെള്ളം എത്തുമായിരുന്നു. മങ്കര, പെരിങ്ങോട്ടുകുറിശി, മണ്ണൂർ, ലക്കിടിയിലെ ഒരു ഭാഗമടക്കം 4 പഞ്ചായത്തുകളിലേക്കാണ് ഞാവലിൻകടവിലെ തടയണയിൽ നിന്ന് ജലവിതരണം നടത്തുന്നത്. 2 ആഴ്ചയോളം വെള്ളമില്ലാതെ കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു. ഇപ്പോഴാണ് ആളിയാർ ഡാം തുറന്ന് വെള്ളം എത്തിയത്. ഇനിയും 2.5 അടി കൂടി ഉയർന്നാലേ നിറയൂ എന്ന അവസ്ഥയാണ്. 4 പഞ്ചായത്തുകളുടെ പദ്ധതികളും നിർത്താതെ പ്രവർത്തിച്ചാൽ 2 ആഴ്ചയ്ക്കുള്ള വെള്ളം മാത്രമേ ഉണ്ടാകൂ. നിലവിൽ ഇവിടെ നിന്നും വെള്ളം തുറന്നാൽ വെള്ളം ലക്കിടിയിലേക്ക് പോലും എത്തില്ല. അതിനിടെ ഇവിടെയുള്ള വെള്ളവും കുറയും. ഭവാനിപ്പുഴ തുറന്നതായി അറിയാൻ കഴിഞ്ഞെന്നും അവിടെ നിന്ന് വെള്ളം എത്തിയാൽ ഷട്ടർ തുറന്നോട്ടെ എന്നുമാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. 6 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഭവാനിപ്പുഴയിലെ ജലം തുറന്നിട്ടുണ്ടെന്ന് ഷൊർണൂർ ഇറിഗേഷൻ അധികൃതരും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി.
തൃശൂർ ഇടക്കുന്നി പുലരി നഗർ സ്വദേശിയായ വടക്കുട്ടി വീട്ടിൽ 26 വയസ്സുകാരൻ അച്ചു എന്ന അജിത്തിനെയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ നൽകിയ ശുപാർശയിൽ തൃശൂർ DIG അജിത ബീഗം 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ നിന്ന് നാട് കടത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അജിത് പ്രതിയായ 6ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി താലൂക്കിലെ വല്ലപ്പുഴ വില്ലേജിൽ മാട്ടായ ദേശത്ത് പുള്ളിക്കൽ വീട്ടിൽ ഹംസമകൻ മുസ്തഫയാണ് പട്ടാമ്പി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും വിൽപ്പന നടത്തുന്നതിനായി മദ്യം സൂക്ഷിച്ചുവെച്ച ഹീറോ ഡെസ്റ്റിനി സ്കൂട്ടറും പോലീസ് പിടികൂടി. പ്രതി മുസ്തഫ വളരെ കാലമായി നിയമത്തെ വെല്ലുവിളിച്ച് മദ്യക്കച്ചവടം നടത്തിവരികയായിരുന്നു. പട്ടാമ്പി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C. ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത്, സ്റ്റാലിൻ സ്റ്റീഫൻ, സിവിൽ എക്സൈസ് ഡ്രൈവർ ഷാജിർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പിയിൽ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിട്ടതിനെതിരെ കർശന പരിശോധനയുമായി നഗരസഭാ ഹെൽത്ത് വിഭാഗം. അഴുക്കുചാലിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് വിഭാഗം വ്യക്തമാക്കി. പട്ടാമ്പി നഗരത്തിലെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തിയത്. അഴുക്കുചാലിന്റെ സ്ലാബ് ഇളക്കി മാറ്റിയായിരുന്നു പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പല സ്ഥാപനങ്ങളുടെയും മുൻവശത്തെ സ്ലാബുകൾ ഇളക്കി മാറ്റി പരിശോധന നടത്തി. മലിനജലം ഒഴുക്കിവിടുന്നത് മൂലം ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തിയത്. ചില കടകൾ മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യൻ പറഞ്ഞു. നഗരസഭയിലെ ടൗൺ പ്രദേശങ്ങളിൽ ചാലുകളിൽ മലിനജലം ഒഴുക്കിവിടുന്നതായും അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളതായി പരാതി ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്ന് ഗാന്ധിപ്രതിക്ക് സമീപം ഉള്ള ചാല് പരിശോധിക്കുകയാണ്. ചാലിൽ മലിനജലം ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഴുക്കിവിടുന്ന സാധനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. നഗരപരിധിയിൽ വിവിധ ചാലുകളിലും നമ്മൾ തുടർ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ സ്ഥാപന അടച്ചുപൂർ അടക്കമുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഈ പരിശോധനയിൽ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സംഗീത സംഘദാസ്, ശ്രീമതി സാഹിറ എന്നിവർ പങ്കെടുക്കും. അതുപോലെ തന്നെ ശുചീകരണ ജീവനക്കാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ സംഗീത ശങ്കർദാസ്, വാഹിദ എന്നിവർക്ക് പുറമെ ശുചീകരണ തൊഴിലാളികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശീയപാത തൃശൂർ കൊളത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ ലോറിക്ക് പുറകിലിടിച്ച് 3 പേർക്ക് ഗുരുതര പരിക്ക്. മൂക്കാട്ടുപുര സ്വദേശികളായ 64 വയസ്സുള്ള ജോസഫ്, 56 വയസ്സുള്ള ക്രിസ്റ്റി, 46 വയസ്സുള്ള നിഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് മുന്നിൽ പോയിരുന്ന ലോറിക്ക് പുറകിലിടിച്ചത്. കാറിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും കൊടകര പോലീസും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കാറിടിച്ച് പരിക്കേറ്റ ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മങ്കര ചെവിരിയിൽ പരേതനായ വെള്ളമകൻ CV ശങ്കരനാണ് മരിച്ചത്. 89 വയസ്സായിരുന്നു. ഏപ്രിൽ 22-ന് മങ്കര പെട്രോൾ പമ്പിന് മുൻവശത്ത് വെച്ചായിരുന്നു അപകടം. ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തൃശൂർ കരുവന്നൂർ സ്വദേശി 68 വയസ്സുകാരൻ പവിത്രനാണ് മരിച്ചത്. ഏപ്രിൽ 2-ന് ഉച്ചയ്ക്ക് 12-ഓടെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തിൽ പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് തള്ളി താഴെയിടുകയായിരുന്നു. റോഡരികിലെ കല്ലിൽ തലയിടിച്ച് വീണ പവിത്രന്റെ തല പിടിച്ച് കണ്ടക്ടർ വീണ്ടും കല്ലിലിടിച്ചതായും പവിത്രന്റെ മകൻ പ്രണവ് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടിയിൽ നിന്ന് അച്ഛനെ തള്ളിയിട്ടത്. എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്തോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത്. പവിത്രനെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇക്കഴിഞ്ഞ 14-ന് എറണാകുളം അമൃത ആശുപത്രിയിലേക്കും മാറ്റി. അവിടെ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം.
സംഭവം കണ്ട നാട്ടുകാർ കണ്ടക്ടറെ തടഞ്ഞുവെച്ച് ഇരിങ്ങാലക്കുട പോലീസിൽ വിവരം അറിയിച്ചതോടെ പോലീസ് എത്തി കണ്ടക്ടറെയും ബസ്സും കസ്റ്റഡിയിലെടുത്തിരുന്നു. പവിത്രൻ മരിച്ചതോടെ കണ്ടക്ടർക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം നഗരസഭയിൽ ഗുരുവായൂർ ഊർജ്ജമിത്രയും ഒറ്റപ്പാലം KSEBയും സംയുക്തമായി ഊർജ്ജകിരൺ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. കൃഷി കാലാകാലങ്ങളിൽ ചെയ്യേണ്ട നമ്മുടെ ആറ്റുനിരകളൊക്കെ മാറി, കൃഷി മഴയില്ല, ഒരു തരത്തിലും ഒരു കൃഷിയും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ. ഏതെങ്കിലും കൃഷി ഇപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ചൂടുകൊണ്ട് കരിഞ്ഞു പോകും. നനഞ്ഞാലും നമ്മൾ നനച്ചാലും അത് അതിൻ്റെ ഉഷാറ് കുറയുന്നുണ്ട്. ചൂട് കൂടുതൽ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ആളുകൾ തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. വന്നപ്പോൾ കോവിഡ് വന്ന് നമ്മളെ കുറേ അകത്തിരുന്നപ്പോൾ നമുക്ക് പിന്നീട് കുറച്ച് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടാൻ കുറയും. അതേപോലെ തന്നെ ഈ ചൂട് കൂടുന്നത്. പക്ഷെ ആ ചൂടിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ചൂടിന് കറണ്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്ഥിരം സമിതി ചെയർമാൻ K. അബ്ദുൽ നാസർ അധ്യക്ഷനായി. പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് ഗുരുവായൂർ ഊർജ്ജമിത്ര സംരംഭകൻ AA വസന്തൻ ക്ലാസ് എടുത്തു. നഗരസഭാ കൗൺസിലർമാരായ AC പുഷ്പലത, സബിത, മണികണ്ഠൻ, M. അക്ബർ അലി, P. കല്യാണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ കലാകാരി മരിച്ചു. അരിമ്പൂർ തണ്ടാശ്ശേരി ജയരാജിന്റെ ഭാര്യ 67 വയസ്സുകാരി സതിയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിക്ക് കൂട്ടാലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന കലാപരിപാടികൾക്കിടെയായിരുന്നു സംഭവം. 11 പേരടങ്ങിയ കൈകൊട്ടിക്കളി സംഘത്തോടൊപ്പമാണ് സതി എത്തിയത്. കളി തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സതി കുഴഞ്ഞു വീഴുകയായിരുന്നു. കൂടെയുള്ളവർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർ അറിയിച്ചു. വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസത്തിനായി പ്രവർത്തിക്കുന്ന അരിമ്പൂരിലെ സുമിത്ര ഭവനിലെ അംഗമാണ് സതി. 67 വയസ്സിലും ചുറുചുറുക്കോടെ നൃത്തവും പാട്ടുമായി കൂടെയുള്ള അംഗങ്ങൾക്കൊപ്പം വാർദ്ധക്യകാലം കലാപരമായ കാര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. സുമിത്ര ക്ലബ് അംഗങ്ങളുടെ കൈകൊട്ടിക്കളിയിലും 60+ മ്യൂസിക് ക്ലബിലും നിറസാന്നിധ്യമായിരുന്നു സതി. സംസ്കാരം വ്യാഴാഴ്ച വടൂക്കര ശ്മശാനത്തിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേളശ്ശേരിയിൽ കിണറിലകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാനിറങ്ങിയ ആൾ അബോധാവസ്ഥയിൽ കിണറിൽ കുരുങ്ങി. തടുക്കുശ്ശേരി സ്വദേശിയായ കുട്ടപുര കുട്ടനാണ് പൂച്ചയെ രക്ഷിക്കാനിറങ്ങി കിണറിനകത്ത് ബോധരഹിതനായത്. തടുക്കുശ്ശേരി വാര്യത്തുപറമ്പിൽ ഷാജിയുടെ 14 കുൽ താഴ്ചയുള്ള കിണറിലാണ് ബുധനാഴ്ച വൈകിട്ട് പൂച്ച അകപ്പെട്ടത്. സംഭവം അറിഞ്ഞ ഒടുവിൽ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ രവീന്ദ്രൻ കേരളശ്ശേരി കിണറിലിറങ്ങി കുട്ടന് പ്രാഥമിക ചികിത്സ നൽകുകയായിരുന്നു. ഇതിനകം കോങ്ങാട് നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി വലയിറക്കി ഇവരെ കരയ്ക്കെത്തിച്ചു. ഓക്സിജന്റെ അളവ് കുറവായിരുന്നതാണ് അബോധാവസ്ഥയിലായത്. കുട്ടനെ പത്രിപ്പാല സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കിണറിലകപ്പെട്ട കുട്ടന്റെ ജീവൻ രക്ഷിക്കാനായുള്ള ശ്രമം നടത്തിയ രവീന്ദ്രനെ പ്രദേശവാസികൾ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കാത്തിരിപ്പ് കേന്ദ്രമില്ല. ഉഷ്ണതരംഗത്തിൽ തളർന്ന് ബസ് യാത്രക്കാർ. കോട്ടായി പെരിങ്ങോട്ടുകൃഷി പ്രദേശങ്ങളിലാണ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാതെ യാത്രക്കാർ പ്രധാനമായും വലയുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് മൂലം ഉഷ്ണതരംഗത്തിലും വെയിലേറ്റ് തളർന്ന് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ എത്താറുള്ള കോട്ടായി സെന്ററിൽ കത്തുന്ന വെയിലിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ ദുരിതം നിത്യകാഴ്ചയാണ്. വെയിൽ സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും സൂര്യതാപം സൂക്ഷിക്കണമെന്നും സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും നിരന്തരം ബോധവൽക്കരണം നടത്തുമ്പോഴും ബസ് യാത്രക്കാരെ പൊള്ളുന്ന വെയിലിൽ നിർത്തുന്ന നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ടെങ്കിലും ബസ്സുകൾ നിർത്തുന്നത് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തിടത്താണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പുള്ളിയിൽ SDTUവിന്റെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. റാലിയിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി കുളപ്പള്ളി സെന്ററിൽ സമാപിച്ചു. നരേന്ദ്രമോദി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കാലഹരണപ്പെട്ട തൊഴിലാണെന്നും കാലഹരണപ്പെട്ട ഭേദഗതിയാണെന്നും അത് പുതുക്കുകയാണെന്നും അതുകൊണ്ട് തൊഴിലാളികൾക്ക് ലാഭമാണ് ഉണ്ടാകുകയെന്നും തൊഴിലാളികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. മേക്ക് ഇന്ത്യൻ പദ്ധതിയിലൂടെ കുത്തകളുടെ നിക്ഷേപ താല്പര്യങ്ങൾക്ക് വേണ്ടി കാലങ്ങളോളം വർഷങ്ങളോളം തൊഴിലാളികൾ നേടിയെടുത്ത യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് V. മരക്കാർ ഒറ്റപ്പാലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ ഷൊർണൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം ബാബു അമ്പലപ്പാറ മെയ്ദിന സന്ദേശം നൽകി.
ജില്ലാ സെക്രട്ടറി ഇക്ബാൽ ഷൊർണൂർ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും സമരം തുടരാനും തീരുമാനം. ഭാരതപ്പുഴയിലെ ഞാവലിൻകടവ് തടയണയുടെ ഷട്ടർ തുറക്കാനുള്ള മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ലക്കിടി ജലനിധി പദ്ധതി പ്രവർത്തിക്കുന്ന തടയണയിലേക്കായി വെള്ളം തുറന്നുവിടാനെത്തിയ ഇറിഗേഷൻ അധികൃതരെയാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. നടപടിക്കെതിരെ ലക്കിടി ജലനിധി പ്രസിഡന്റ് ജില്ലാ കളക്ടർക്കും ഒറ്റപ്പാലം പോലീസിനും പരാതി നൽകി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി തൃശൂർ സിറ്റി പോലീസ്. നാടുകടത്തിയത് തൃശൂർ ഇടക്കുന്നി വടക്കോട്ട് വീട്ടിൽ 26 വയസ്സുകാരൻ അജിത്തിനെ. വല്ലപ്പുഴ മാട്ടായിൽ വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിലായത് വല്ലപ്പുഴ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസ മകൻ മുസ്തഫ. പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.